നമ്മൾ ഇന്ന് ചപ്പാരപ്പടവ് ഹരിതകർമ്മസേനയുടെ കൂടെയാണുള്ളത്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഞങ്ങൾ ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേനയാണ്. ഞങ്ങൾ 36 പേരാണ് ഉള്ളത്. ഞങ്ങളുടെ പ്രവർത്തന രീതികളെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യകാലങ്ങളിൽ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകളായിരുന്നു പ്രവർത്തന രീതികൾ, പിന്നെ വാർഡ് കയറാൻ പോകാനും എല്ലാമായിട്ട്. ഇപ്പൊ ഒത്തിരി മാറ്റം അതിൽ നിന്ന് വന്നിട്ടുണ്ട് അല്ലേ ചേച്ചി? ഒത്തിരി മാറ്റം നമുക്ക് വന്നിട്ടില്ലേ? 2018 12 ഹരിതകർമ്മസേനാംഗങ്ങളുമായിട്ട് പ്രവർത്തനം ആരംഭിച്ച നമ്മളിപ്പോ 36 ഹരിതകർമ്മസേനാംഗങ്ങൾ എന്ന നിലവിലേക്ക് എത്തി. അതായത് 18 വാർഡ്, ഓരോ വാർഡിനും 2 പേര് വെച്ച് വീതം. നമ്മുടെ ഈ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമുക്ക് തളിപ്പറമ്പ് MLA ബെസ്റ്റ് എക്സലൻസ് അവാർഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു ഹരിതകർമ്മസേനാംഗമായ ജാൻസി ജോർജിന് ഡൽഹിയിൽ റിപ്പബ്ലിക് ദിന പരേഡ് കാണാനുള്ള ഒരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 100% യൂസർ ഫീ ലഭിക്കുന്ന കണ്ണൂർ ജില്ലയിലെ ആദ്യത്തെ പഞ്ചായത്തായിട്ട് മാറാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ 10 ദിവസം കൊണ്ട് ഒരു വാർഡിൽ 10 ദിവസം കൊണ്ട് പഞ്ചായത്ത് മൊത്തം കളക്ഷൻ തീർക്കുന്ന ഒരു പഞ്ചായത്തായിട്ട് നമ്മളെ മാറിയിട്ടുണ്ട്. അത് നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി നമുക്ക് അതിന് അനുമോദനവും പ്രത്യേകമായിട്ട് നമുക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഒത്തിരി വാദോരാതെ പറയാനുണ്ട്. ഞങ്ങള് വീടുകളിൽ ആദ്യം പോയപ്പോ അനുഭവങ്ങളെല്ലാം തിക്ത അനുഭവങ്ങളായിരുന്നു. വീടുകളിൽ ചെല്ലണ്ട, പട്ടീനെ അഴിച്ചുവിടുന്ന അനുഭവങ്ങള്, പൈസ തരാൻ കഴിയില്ല, അങ്ങനെയൊക്കെ പറയുന്ന വളരെ മോശമായ അനുഭവങ്ങള്. അതുപോലെ തന്നെ നമുക്ക് നാണക്കേട് കൊണ്ട് നമുക്ക് എങ്ങനെയും വാർഡ് കയറാനോ വീടുകളിൽ പോകാനോ, കൃത്യമായിട്ട് വീടുകളൊന്നും സന്ദർശിക്കുന്നില്ലായിരുന്നു ഞങ്ങള്. പക്ഷെ അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി മാറ്റങ്ങള് ഈ ഒരു കാലയളവിനെ കൊണ്ട് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മുടെ പഞ്ചായത്തിന്റെ ഇടപെടലും ഗവൺമെന്റിന്റെ ഇടപെടലും എല്ലാം കൊണ്ടാകാം നമുക്ക് അങ്ങനെ ഒരു മാറ്റങ്ങൾ വന്നത്. ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങളെ അതിനെ ഒത്തിരി തുണയ്ക്കുന്നുണ്ട്. ഞങ്ങളെ ഭരണസമിതിയോട് നന്ദിയുള്ളവരുമാണ് അല്ലേ? നല്ല ഇതല്ലേ നമ്മുടെ പഞ്ചായത്ത് നമുക്കായിട്ട് നല്ല സഹകരണം അല്ലേ പഞ്ചായത്ത് നമ്മളോടുള്ളത്? അതുകൊണ്ട് തന്നെ നമുക്ക് നാണക്കേടില്ല ഇപ്പൊ വീട് കയറാന്. ഇപ്പൊ നമുക്കൊരു അഭിമാനമാണ് ഞങ്ങൾക്ക് വീട് കയറുന്നതിലും. കാരണം ഓരോ ദിവസം നമ്മൾ ചെന്നിട്ടില്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാ വരാത്തേന്ന് 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ഡേറ്റിനിടയിൽ നമ്മളെയൊക്കെ പല പ്രാവശ്യം ആൾക്കാർ വിളിക്കാറില്ലേ, എന്തുകൊണ്ടാ ഇന്ന് വരാത്തേന്നും ചോദിച്ച്. അതുകൊണ്ട് തന്നെ അത് തന്നെ ഞങ്ങൾക്ക് വളരെയൊരു അഭിമാനമാണ്. കാരണം ഞങ്ങളുടെ ഹരിതകർമ്മസേന എന്ന നിലയിൽ ഞങ്ങൾ എല്ലാവരും അഭിമാനം കൊള്ളുന്നതാണ് ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന. ചേച്ചി പറഞ്ഞതുപോലെ തന്നെയാണ്, നമുക്ക് എല്ലാവർക്കും നല്ല മാറ്റമാണ്. ആദ്യമൊക്കെ എല്ലാവർക്കും നല്ല ബുദ്ധിമുട്ടായിരുന്നു വാർഡ് കയറാനും വീട് കയറാനും ഒക്കെ, നാണക്കേടോ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും നല്ല ഒരു ഒത്തൊരുമയോടെ നമ്മൾ സ്വീകരിക്കുന്നുണ്ട്. എല്ലാ വീടുകളിൽ നിന്നും നമുക്ക് പ്ലാസ്റ്റിക് തരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിന്റെ അളവ് കൂടുന്നുണ്ട്, ആരും കത്തിക്കുന്നോ വലിച്ചെറിയുന്നോ അങ്ങനെയൊന്നുമില്ല. നല്ല രീതിയിൽ എല്ലാവരും നമ്മളോട് സഹകരിക്കുന്നുണ്ട്. ഇപ്പൊ നമ്മളെ പ്രവർത്തന മേഖലയായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്, ആദ്യകാലങ്ങളിലെല്ലാം നമുക്ക് വലിയ വിഷമങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. വീടുകളിൽ പോകുമ്പോൾ തരാത്തതും അതുപോലെ ഇല്ല, ആട്ടിവിടുന്നുള്ള ഒരു അവസ്ഥയുണ്ടായിരുന്നു. ഇപ്പം ഇത് 2 കൊല്ലത്തോളായി നല്ലൊരു രീതിയിലെ സമീപനങ്ങളാണ് നമുക്ക് ഉണ്ടാകുന്നത് ജനങ്ങളെ ഭാഗത്തുനിന്ന്. പിന്നെ നമ്മളൊരു സേവന മനോഭാവത്തോടു കൂടിയാണ് വാർഡിലേക്ക് പോകുന്നത്. ആദ്യകാലങ്ങളിലൊന്നും വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിട്ടില്ല പൈസയെല്ലാം കിട്ടുന്നത്. ഇപ്പൊ അതിനെല്ലാം നല്ല രീതിയിലേക്കുള്ള മാറ്റങ്ങൾ വന്നു. പരസ്പരം നല്ല യോജിപ്പോടെ തന്നെയാണ് വീട്ടുകാരും നമ്മളും തന്നെ പോകുന്നത്. നമ്മളെ കാണുമ്പോൾ ഇപ്പോഴും നല്ല അഭിമാനത്തോടെ തന്നെയാണ് ആൾക്കാരെല്ലാം പെരുമാറുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എല്ലാ ഭാഗത്തുനിന്നും ആക്ഷേപങ്ങളെല്ലാം വരുന്നുണ്ട്. ഇപ്പം നേരത്തെ ജാൻസി എല്ലാം പറഞ്ഞതുപോലെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പം വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇപ്പം ഒരു ഹരിതകർമ്മസേന എന്നെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ നല്ലൊരു മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ ഷുഗറും പ്രഷറും കൊളസ്ട്രോളും എല്ലാം തന്നെ കുറെ മാറിയിട്ടുണ്ട്. അത് എന്റെ വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം തന്നെയാണ്. പിന്നെ നമ്മളെല്ലാവരും കൂട്ടായ പ്രവർത്തനം തന്നെയാണ് നമ്മളെ ചപ്പാരപ്പടവ് പഞ്ചായത്തിലുള്ളത്. കൂട്ടായ വീട് കയറുന്നതും യൂസർ ഫീ തരുന്നതും എല്ലാം തന്നെ നല്ല രീതിയിലേക്കാണ് മുമ്പോട്ട് പോകുന്നത്. അതിലെടുത്തു പറയാനുള്ള നമ്മളെ പഞ്ചായത്ത് ഭരണസമിതിയാണ് നമുക്ക് നേതൃത്വം തരുന്നത്. അതുപോലെ നമ്മളെ കൺസോർഷ്യം സെക്രട്ടറിയും പ്രസിഡന്റും നല്ലൊരു രീതിയിലേക്ക് തന്നെയാ പോകുന്നത്. വഴക്ക് പറയേണ്ടടുത്ത് വഴക്ക് പറയും. എല്ലായിടത്തും തന്നെ ശിക്ഷിക്കേണ്ടതും രക്ഷിക്കേണ്ടതെല്ലാം അവർ തന്നെ നല്ല രീതിയിലേക്ക് പോകുന്നുണ്ട്. അന്നേരം നമുക്കൊരു ചെറിയൊരു പേടിയുണ്ട്. അവിടെ പിന്നെ നമുക്ക് ആ ഒരു പ്രായ വ്യത്യാസമൊന്നുമില്ല. നല്ല രീതിയിലേക്ക് ആയതുകൊണ്ടാണ് നമ്മളെ പഞ്ചായത്തിൽ ഇത്ര നല്ല രീതിയിലേക്ക് ഹരിതകർമ്മസേന മുമ്പോട്ട് പോകുന്നത്. നമുക്ക് ഇവരുടെ പേരൊന്ന് ചോദിച്ച് പരിചയപ്പെടാം. ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് സജിത പ്രകാശൻ. ഞാൻ വാർഡ് 11 ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് ശൈലജ സന്തോഷ്. ഞാൻ വാർഡ് 5-ാം വാർഡിൽ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് രമാവതി. എന്റെ വാർഡ് 4-ാം വാർഡാണ് ഞാൻ പ്രവർത്തിക്കുന്നത്.
എൻ്റെ പേര് സുവർണ, 4-ാം വാർഡില് ഹരിതകർമ്മസേനയായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ബീന, 3-ാം വാർഡിലെ ഹരിതകർമ്മസേനയായി പ്രവർത്തിക്കുന്നു. എന്റെ പേര് സുഷമകുമാരി, ഞാൻ 7-ാം വാർഡിൽ ഹരിതകർമ്മസേനയായി വർക്ക് ചെയ്യും. എന്റെ പേര് ബീന, ഞാൻ 14-ാം വാർഡ് ഹരിതകർമ്മസേനയായി വർക്ക് ചെയ്യും. എന്റെ പേര് ഗീത സജി, ഞാൻ 6-ാം വാർഡിൽ വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ശാന്തമ്മ, ഞാൻ 6-ാം വാർഡിൽ ഹരിതകർമ്മസേനയായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ പേര് സത്യവതി, ഞാൻ 12-ാം വാർഡിൽ ഹരിതകർമ്മസേനയിൽ വർക്ക് ചെയ്യും. എന്റെ പേര് അനിത, 14-ാം വാർഡിൽ വർക്ക് ചെയ്യും. എന്റെ പേര് തങ്കമണി, 1-ാം വാർഡിൽ ഹരിതകർമ്മസേനയായിട്ട് വർക്ക് ചെയ്യുന്നു. എന്റെ പേര് ബിൻസി ബിജു, ഞാൻ 10-ാം വാർഡിന്റെ ഹരിതകർമ്മസേനയാണ്. എന്റെ പേര് ജാൻസി ജോർജ്, ഞാൻ 18-ാം വാർഡ് ഹരിതകർമ്മസേനയാണ്. ചപ്പാരോട് ജത്തിന്റെ ഹരിതകർമ്മസേന കൺസോഷ്യം സെക്രട്ടറിയുമാണ്. എന്റെ പേര് സിന്ധു മനോജ്, ഞാൻ 8-ാം വാർഡിൽ വർക്ക് ചെയ്യുന്നു. എന്റെ പേര് രാജിനി, ഞാൻ 12-ാം വാർഡിൽ ഹരിതകർമ്മസേനയായി വർക്ക് ചെയ്യുന്നു. എന്റെ പേര് സരിത ജയകൃഷ്ണൻ, ഞാൻ 3-ാം വാർഡ് ഹരിതകർമ്മസേനയായി വർക്ക് ചെയ്യുന്നു. എന്റെ പേര് സജിത ബാബു, ഞാൻ 9-ാം വാർഡ് ഹരിതകർമ്മസേനയിൽ പ്രവർത്തിക്കുന്നു. എന്റെ പേര് ജെസി ജോസഫ്, 17-ാം വാർഡിലെ ഹരിതകർമ്മസേനാംഗമാണ്. കൂടാതെ ചപ്പാരപ്പുഴ ഹരിതകർമ്മസേന കൺസോർഷ്യത്തിന്റെ പ്രസിഡന്റ് കൂടിയാണ് ഞാൻ. ചപ്പാരപ്പുഴ പഞ്ചായത്തിലെ 36 ഹരിതകർമ്മസേനാംഗങ്ങളെയും 4 ക്ലസ്റ്ററുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഈ 4 ക്ലസ്റ്ററുകളിലെ ആൾക്കാര് ഒരു വാർഡില് ഒരുമിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ പെട്ടെന്ന് 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ ഞങ്ങളുടെ പഞ്ചായത്തിലെ മൊത്തം വാർഡുകളും പൂർത്തിയാക്കാൻ സാധിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഈ പ്രവർത്തന മികവിന്റെ ഫലമായിട്ട് നമുക്ക് ഇപ്രാവശ്യം നടന്ന പ്രത്യേക കോൺക്ലേവില് നമ്മുടെ പഞ്ചായത്തിനും കൺസോർഷ്യം പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഞങ്ങൾക്ക് അവിടെ പോകാനുള്ള അനുമതി ഉണ്ടായിരുന്നു. ഞങ്ങളെ അവിടേക്ക് പ്രത്യേകം ക്ഷണിച്ചിട്ടും ഉണ്ടായിരുന്നു. മറ്റുള്ള പണികൾക്കൊക്കെ പോയിക്കൊണ്ടിരുന്ന ഹരിതകർമ്മസേനാംഗങ്ങൾ ഒരു ജോലി അതായത് ഹരിതകർമ്മസേന പ്ലാസ്റ്റിക് എടുക്കുക അല്ലെങ്കിൽ സംരംഭം നടത്തുക എന്ന ഒരു ജോലിയിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമ്മൾക്ക് അന്ന് മുതലാണ് നമ്മൾ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരു രീതിയിലേക്ക് വന്നത്. തന്നെയല്ല, ആളുകൾ മാറ്റം എന്ന് ചോദിച്ചാൽ ഒന്ന് വലിച്ചെറിയും അവര്, അല്ലെങ്കിൽ അത് അവർ പുഴയെ കൊണ്ടു കൊടുക്കും, അല്ലെങ്കിൽ അവർ കത്തിക്കും. ഇതിൽ നിന്നൊക്കെ വലിയൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞങ്ങൾക്ക് ചെയ്യാൻ സഹായിച്ചത് മാലിന്യമുക്ത നവകേരളം എന്ന പദ്ധതി, ഗവൺമെന്റിന്റെ പദ്ധതി, കേരളത്തിന്റെ പദ്ധതി വന്നതോടുകൂടിയാണ് നമുക്കിതെല്ലാം ചെയ്യാൻ സാധിച്ചത്. തന്നെയല്ല, അത് നമ്മുടെ പഞ്ചായത്ത് ഏറ്റെടുക്കുകയും പഞ്ചായത്ത് പ്രസിഡന്റ് അവിടുത്തെ ഭരണസമിതിയുടെയും നേതൃത്വത്തിൽ ഹരിതകർമ്മസേനാംഗങ്ങളെ എല്ലാവരെയും വളരെയധികം ഇതിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ തുടർച്ചയായ 4-ാം വർഷമാണ് കൊട്ടിയൂർ ഉത്സവത്തിന് അവിടെ ഒരു ദിവസം നമ്മൾ പോയിട്ട് ഫ്രീ ആയിട്ട് അവിടെ ഞങ്ങൾ എല്ലാവരും പോയി അവിടെ സേവനം ചെയ്യാറുണ്ട്. അതിൽ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും AS-ഉം അതുപോലെ തന്നെ VO-മാരെല്ലാവരും, അതുപോലെ 2-3 പ്രാവശ്യം നമ്മുടെ സെക്രട്ടറി ഞങ്ങളുടെ കൂടെ അവിടെ ഈ പൊതു ക്ലീനിങ്ങിൽ പങ്കെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സുജന, നമ്മുടെ അന്ന് ഈ പ്രദേശത്തൊക്കെ വരുമ്പോ ഒരുപാട് വേസ്റ്റുകളെല്ലാം നമ്മുടെ നാട്ടുകാരും സമീപ പ്രദേശങ്ങളിലുള്ള ആളുകളൊക്കെ വീട് പൊളിച്ചതിന്റെയും ഇതിന്റെയും ഒക്കെ വേസ്റ്റ്, അവരുടെ വീടുകളിൽ വേണ്ടാത്ത വേസ്റ്റുകളൊക്കെ കൊണ്ടു തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു ഇത്. അപ്പൊ ഇവിടെ എന്ന് വെച്ചാൽ ഒരു പ്രകൃതിയുടെ ഒരു ആവാസ വ്യവസ്ഥ, അതായത് ജൈവ വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരു സ്ഥലമായിരുന്നു. അനേകായിരം പക്ഷികളായാലും മയിലുകള്, ഒരുപാട് ജീവജാലങ്ങളുള്ള പ്രത്യേകിച്ച് പ്ലാന്റേഷന്റെ ഒരു ഏരിയ ആയിരുന്നു. അപ്പൊ ഇവിടെ വലിയ രീതിയിൽ മാലിന്യം കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പൊ നാട്ടുകാർ, നമ്മുടെ വാർഡ് വികസന സമിതി അംഗങ്ങളും ഹരിതകർമ്മസേന അംഗങ്ങളും ആശാവർക്കർമാരും ഒക്കെ നിരന്തരം ഈ പ്രദേശത്ത് ഇടപെടുന്നു. അതിന്റെ കൂടെ ഇപ്പൊ ഏതെങ്കിലും സ്ഥലത്ത് വേസ്റ്റ് കൊണ്ട് തള്ളിയാൽ ഇവിടെയുള്ള ഒരു ചെറുപ്പക്കാരായ ആളുകളൊക്കെ വൈകുന്നേരങ്ങളിൽ വരുമ്പോ അവര് തന്നെ സ്വയം വേസ്റ്റിൽ എന്തെങ്കിലും ആരെങ്കിലും അഡ്രസ് ഉണ്ടോ മറ്റു തെളിവുകൾ കിട്ടിയാൽ അത് പഞ്ചായത്തിന് വിവരം അറിയിക്കുകയും അങ്ങനെ ഒരു കൂട്ടായ്മയിലൂടെയാണ് ആ ഒരു നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ഒരു മാറ്റം, പ്രകടമായ മാറ്റം ഇവിടെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഈ ഒരു പ്രവർത്തനത്തിന്റെ ഒരു 3-4 വർഷത്തെ പ്രവർത്തനത്തിന്റെ ഏറ്റവും വലിയ മാറ്റമായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെടുന്നത്. ചപ്പാരപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ഭരണസമിതി വന്ന കാലയളവിൽ നമുക്കറിയാം, നമ്മുടെ നാടിനെ നടുക്കിയ കോവിഡിന്റെ കാലത്തായിരുന്നു നമ്മുടെ ഭരണസമിതി അധികാരമേറ്റത്. ആ സമയത്ത് ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം എന്ന് പറയുന്നത് കേവലം 2-3 വാർഡുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രവർത്തനമായിരുന്നു. അത് തന്നെ യൂസർ ഫീ കിട്ടിയെങ്കിലായി, അല്ലാത്ത ഒരു തരത്തിലേക്കായിരുന്നു. അപ്പൊ ആ സമയത്ത് എല്ലാ വാർഡിലും തന്നെ ഹരിതകർമ്മസേന ഉണ്ടായിരുന്നില്ല. അപ്പൊ ഭരണസമിതി അംഗങ്ങൾ എന്ന നിലയിൽ ഞങ്ങൾ ചെയ്തത് എല്ലാ വാർഡിലും ഹരിതകർമ്മസേനയെ നിയോഗിക്കുകയും
അപ്പോൾ അങ്ങനെയാണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കണം എന്ന ആവശ്യവുമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഒക്കെ ആഭിമുഖ്യത്തിൽ നമ്മൾ പ്രവർത്തനത്തിലേക്ക് കടന്നത്. അപ്പൊ ശുചിത്വവും ഹരിതാപവുമായ ഗ്രാമം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി വർണ്ണം 2025 എന്ന പരിപാടി ആസൂത്രണം ചെയ്യുകയും അതിന്റെ ഭാഗമായി നമ്മൾ വാർഡിൽ 50 വീടുകളെ ഉൾപ്പെടുത്തി ക്ലസ്റ്റർ രൂപീകരിക്കുകയും ആ ക്ലസ്റ്ററിൽ നമ്മൾ പ്രധാനമായും ചർച്ച ചെയ്തത് നമ്മുടെ അജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിന് ഹരിതകർമ്മസേനക്ക് കൈമാറേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്യുകയും നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചാലുണ്ടാകുന്ന ദൂഷ്യവശങ്ങളെ കുറിച്ചൊക്കെ വീട്ടുകാരെ ബോധവൽക്കരിക്കുകയാണ് ആദ്യം ചെയ്തത്. അതിന്റെ തുടർച്ച എന്നോണം 18 വാർഡിലും എന്റെ നേതൃത്വത്തിൽ ശുചിത്വ സന്ദേശ യാത്ര നടത്തി. ആ യാത്ര നടത്തിയപ്പോൾ തന്നെ ഒരുപാട് മാറ്റം, അതായത് ഹരിതകർമ്മസേനയെ നെഞ്ചോട് ചേർത്ത് സ്വീകരിക്കുന്ന ഒരു മാറ്റം നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ കണ്ണൂർ ജില്ലയിലെ തന്നെ ആദ്യത്തെ അജൈവ മാലിന്യ ശേഖരണം 100% നടത്തുന്ന പഞ്ചായത്തായി ചപ്പാരപ്പുഴ ഗ്രാമപഞ്ചായത്തിനെ മാറ്റി. അതിന്റെ പ്രഖ്യാപനം നമ്മുടെ ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ശ്രീ MP രാജേഷാണ് നിർവഹിച്ചിട്ടുള്ളത്. തുടർന്ന് സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി തുടർന്നും നമ്മൾ വീണ്ടും 18 വാർഡുകളിലും ഇതേപോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഒരു വലിയ മാറ്റം. അതായത് ഒരു കാലത്ത് നമ്മുടെ റോഡ് സൈഡിലും പുഴകളിലും വഴിയോരങ്ങളിലും മാലിന്യങ്ങൾ തള്ളിയിരുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി പൊതുജനങ്ങൾക്ക് നമ്മുടെ ആരോഗ്യ സുരക്ഷക്ക്, അതായത് ആരോഗ്യത്തോടെ ജീവിച്ച് ആരോഗ്യത്തോടെ മരിക്കാൻ നമ്മളടക്കം ഓരോരുത്തരും ഇതിലേക്ക് സംഭാവനകൾ ചെയ്യേണ്ടതുണ്ട് എന്നുള്ള ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു കാതലായ മാറ്റം പഞ്ചായത്ത് മുഴുവൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ ഹരിത കേരള മിഷന്റെയും ശുചിത്വ മിഷന്റെയും ഒരുപാട് അംഗീകാരങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ വൃത്തി കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് ചപ്പാരപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ തനതായ മാലിന്യ സംസ്കരണ നൂതന പ്രവർത്തനങ്ങൾ അത് മറ്റു പഞ്ചായത്തുകൾക്ക് കൂടി മാതൃകയാകുന്ന തരത്തിൽ അവതരിപ്പിക്കാൻ കൂടി നമുക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ കണ്ണൂർ ജില്ലയിലെ ഹരിതകർമ്മസേനയുടെ ഒരു വലിയ പരിച്ഛേദത്തിന്റെ കൂടിയാണ് ഞാനിപ്പോ ഭാഗ്യവശാൽ എത്തിപ്പെട്ടത്. ചപ്പാരപ്പടവ് പഞ്ചായത്തിലെ ഹരിതകർമ്മസേന എന്ന് പറയുന്നത് ജില്ലയിൽ നിന്നല്ല സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച ഹരിതകർമ്മസേനകളിൽ ഒന്നാണ്. കാരണം ഈ പ്രവർത്തനങ്ങൾക്ക് നേരത്തെ തന്നെ നമ്മുടെ ജനകീയാസൂത്രണ പ്രവർത്തനങ്ങളിൽ ചപ്പാരപ്പടവ് പഞ്ചായത്തായിരുന്നു സംസ്ഥാനത്തിന് മാതൃകയെങ്കിൽ ഈ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങളിൽ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ കൂടെ നിൽക്കുന്ന ഈ സഹോദരിമാരാണ്, ഈ സേനയാണ്. ഇവര് ഓരോ പുതിയ പുതിയ മാതൃകകളാണ് കേരളത്തിനും കണ്ണൂരിനും രാജ്യത്തിനും ദിവസേന സംഭാവന ചെയ്യുന്നത്. തരംതിരിവിന്റെ കാര്യത്തിൽ, ഏറ്റവും മികച്ച MCF ഒരുക്കുന്ന കാര്യത്തിൽ, വൃത്തിയുള്ള MCF ഒരുക്കുന്ന കാര്യത്തിൽ, കൃഷി ചെയ്യുന്ന കാര്യത്തിൽ, നാട്ടുകാരുള്ള പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ, തരംതിരിവിനെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങളാക്കി മാറ്റണം എന്ന് പറയുന്ന കാര്യത്തിനകത്ത്, യൂസർ ഫീ ശേഖരണത്തിന്റെ കാര്യത്തിൽ, ഇങ്ങനെ എത്ര മനോഹരമായ ഉദാഹരണങ്ങളാണ് ഈ സേന, ഈ ചപ്പാരപ്പടവിന്റെ ഈ സേന നമുക്ക് നൽകിയതെന്ന് വളരെ അഭിമാനത്തോടുകൂടി നമുക്ക് ഏത് വേദിയിലും പറയാൻ പറ്റും. ഒരു വലിയ സല്യൂട്ടാണ് ഞങ്ങള് ഹരിതകേരളം മിഷനും ശുചിത്വ മിഷനും ഈ ചപ്പാരപ്പുഴയിലെ ഹരിതകർമ്മസേനക്ക് നൽകുന്നത്. ബിഗ് സല്യൂട്ട്. ഞങ്ങളുടെ പ്രവർത്തനത്തിന്റെ തുടക്ക കാലഘട്ടങ്ങളിൽ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിലും ഒക്കെ നിന്നും ലഭിച്ചിരുന്ന പ്ലാസ്റ്റിക്കുകൾ വളരെ കുറവായിരുന്നു. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഞങ്ങൾ 2-3 മാസം കൂടുമ്പോൾ മാത്രമേ വീടുകൾ കയറിയിരുന്നുള്ളൂ. പക്ഷെ ഇപ്പം ശുചിത്വ മിഷന്റെയും ഹരിതകേരള മിഷന്റെയും എല്ലാം ശക്തമായ ഇടപെടൽ, പഞ്ചായത്തുകളുടെ ശക്തമായ ഇടപെടലുകൾ കാരണം വീടുകളിൽ നിന്നും വാർഡുകളിൽ നിന്നും ഒരു ചെറിയ പ്ലാസ്റ്റിക് പോലും, ഒരു മിഠായി കവർ പോലും കളയാതെ അവര് വീടുകളിൽ സൂക്ഷിച്ചു വെക്കുകയും അത് ഞങ്ങൾക്ക് ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുകയും ചെയ്യുന്നുണ്ട്. ആ കൈമാറുന്ന പ്ലാസ്റ്റിക് ഞങ്ങൾ വീടുകളിൽ നിന്ന് തന്നെ തരംതിരിച്ച് വാർഡുകളിൽ വെച്ചിരിക്കുന്ന മിനി MCFകളിൽ എത്തിക്കുന്നു. മിനി MCFകളിൽ നിന്ന് അത് പഞ്ചായത്തിന്റെ വണ്ടി വന്ന് അത് MCFൽ എത്തിക്കുകയും അത് MCFൽ എത്തിയാൽ ഉടനെ തന്നെ അത് തൂക്കം രേഖപ്പെടുത്തുന്നു. അത് തൂക്കം രേഖപ്പെടുത്തുമ്പോൾ അത് മോണിറ്റർ ചെയ്യാനായിട്ട് ഹരിതകർമ്മസേനയുടെ ഒരു സൂപ്പർവൈസർ തന്നെ അവിടെയുണ്ട്. അപ്പം എന്തൊക്കെ സാധനങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് നമ്മൾ ആ കൊണ്ടുവന്ന സമയത്ത് തന്നെ ആസ്തി രജിസ്റ്റർ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. HM ഇത്ര, LD ഇത്ര, PP ഇത്ര, പ്രിന്റ് PP ഇത്ര, അത് ഏതെല്ലാം ഇനങ്ങളാണോ വരുന്നത്, കുപ്പി ഇത്ര, അത് എത്ര കൃത്യമായിട്ട് നമ്മൾ രജിസ്റ്ററിൽ രേഖപ്പെടുത്തുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 58 മിനി MCFകൾ നമുക്ക് നമ്മുടെ വാർഡുകളിൽ വെച്ചിട്ടുണ്ട്. 18 വാർഡിലുമായിട്ട് 58 മിനി MCFകൾ ഉണ്ട്. അതുപോലെ തന്നെ ചെറിയ ടൗണുകളിലും വലിയ ടൗണുകളിലും എല്ലാം കുപ്പിക്കൂടുകൾ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിഠായി കവറുകൾ ഇടാനും അതുപോലെ തന്നെ കുപ്പി ഇടാനുമായിട്ട് എല്ലാ വിദ്യാലയങ്ങളുടെ മുറ്റത്തും നമ്മൾ 2-3
അല്ലെങ്കിൽ 3 തൊട്ട് 5 വരെ ചെറിയ കുപ്പിക്കൂടുകൾ വെച്ചിട്ടുണ്ട്. അത് പോരാതെ ഈ വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് മദ്രസകൾക്ക് കുപ്പിക്കൂടുകൾ വെച്ചിട്ടുണ്ട്. അപ്പം ഈ കുപ്പിക്കൂടുകളിലെല്ലാം അതുപോലെ തന്നെ ഈ മിഠായി കവറുകളിലെല്ലാം മിഠായി കൂടുകളിലെല്ലാം തന്നെ ഇവര് സാധനങ്ങൾ നിക്ഷേപിക്കുകയും അത് നമുക്ക് എംസിഎഫിലേക്ക് കൊണ്ടുവരാനും സാധിക്കുന്നുണ്ട്. നമ്മള് സ്കൂളിലെ കുട്ടികൾക്ക് തരംതിരിവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അംഗൻവാടി കുട്ടികൾക്കും നമ്മള് തരംതിരിച്ചോട് പിന്നെ നമ്മുടെ MCFകൾ സന്ദർശിക്കുന്നതിന് വേണ്ടിയിട്ട് MCF സന്ദർശിക്കുന്ന സ്കൂളിൽ നിന്ന് 4-5 സ്കൂളുകളിൽ നിന്ന് എല്ലാ വാർഡുകളിൽ നിന്നുമായിട്ടുള്ള ഹരിതകർമ്മസേനകൾക്ക് അതാത് വാർഡ് മെമ്പർമാരുടെ നേതൃത്വത്തില് അല്ലെങ്കിൽ പിന്നെ വാർഡിലെ ആൾക്കാരുടെ നേതൃത്വത്തിൽ വായനശാലകളുടെ നേതൃത്വത്തിലൊക്കെ പിന്നെ മൊമെന്റോകള് എല്ലാ ഹരിതകർമ്മസേനയ്ക്ക് തന്നെ കൊടുക്കാറുണ്ട്. അത് ഞങ്ങളുടെ ഒരു അംഗീകാരമായിട്ട് ഞങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജില്ലാ തലത്തിൽ ബ്ലോക്ക് തലത്തിലാണെങ്കിലും MLAയുടെ അവാർഡ് ആണെങ്കിലും ഞങ്ങൾക്ക് മേടിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഞങ്ങൾക്ക് നല്ല ചാരിതാർത്ഥ്യമുണ്ട്. ഇതിന്റെ എല്ലാം പുറകിൽ ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതിയുമാണെന്ന് പറയുന്നതിൽ ഞങ്ങൾക്കൊരു മടിയുമില്ല. അതിൽ തന്നെ ഞങ്ങൾ പഞ്ചായത്തിനോട് ഒത്തിരി കടപ്പെട്ടവരാണ്. അവരോട് ഞങ്ങൾ നന്ദി പറയുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ തുടർച്ചയായി 2018 മുതൽ 2025 വരെ തുടർച്ചയായി ഓഡിറ്റ് നടത്തിയ പഞ്ചായത്ത് കൂടിയാണ് ചപ്പാരപ്പുഴ പഞ്ചായത്ത്. വേറെ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇതിന്റെ കൂടെ പറയാനായിട്ട് നമ്മൾ വിട്ടുപോയി. നമ്മള് പെരുമ്പടവ് സ്കൂൾ യുവജനോത്സവത്തില് സബ് ജില്ലാ കലോത്സവത്തില് ഞങ്ങള് കലവറ നിറയ്ക്കൽ എന്നൊരു പരിപാടി, അതായത് ഞങ്ങളെല്ലാം 36 ഹരിതകർമ്മ സേനാംഗങ്ങളും ഞങ്ങളുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് ഞങ്ങൾ പച്ചക്കറികൾ വാങ്ങിയിട്ട് ആ കലോത്സവത്തിലെ ഭക്ഷണത്തിനായിട്ട് വരുന്ന എല്ലാവർക്കും കഴിക്കാൻ പാകത്തിലുള്ള പച്ചക്കറികൾ ഞങ്ങൾക്ക് അവർക്ക് അവിടെ കലവറ നിറയ്ക്കൽ എന്ന ഒരു പരിപാടിയിലൂടെ ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഒരു അഭിമാനമുണ്ട്. അന്ന് ഞങ്ങളുടെ ആ പ്രവർത്തനം കണ്ടിട്ട് GHSന്റെ പ്രിൻസിപ്പൾ ഞങ്ങൾക്ക് അന്ന് പറഞ്ഞ വാചകങ്ങൾ ഇന്നും ഞങ്ങളുടെ മനസ്സിൽ തട്ടി നിൽക്കുന്നുണ്ട്. നമ്മൾ അതുപോലെ തന്നെ എല്ലാ മാസവും റിവ്യൂ മീറ്റിങ്ങിനോടൊപ്പം തന്നെ നമുക്ക് മെഡിക്കൽ ക്യാമ്പ് മെഡിക്കൽ പരിശോധന നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ട് നമ്മുടെ പഞ്ചായത്തില്. അതേപോലെ വേറെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ എല്ലാ മാസവും വാർഡ് അടിസ്ഥാനത്തിൽ, അതായത് ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ഞങ്ങൾ മീറ്റിംഗ് കൂടിയിട്ട് ഓരോ വാർഡിലുമുള്ള പ്രശ്നങ്ങള് ക്ലസ്റ്റർ ഭാരവാഹികള് മെമ്പർമാരെ അറിയിക്കുകയും അത് കൺസോർഷ്യം മീറ്റിംഗിലേക്ക് കൊണ്ടുവരികയും കൺസോർഷ്യം മീറ്റിംഗ് നടന്നതിന് ശേഷമാണ് പഞ്ചായത്ത് തല റിവ്യൂ മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിക്കുന്നത്. ഞങ്ങൾ പിന്നെ ഹരിതമിത്രം ആപ്പിലൂടെയാണ് നമ്മൾ വീട് കയറുന്നതും പിന്നെ നമ്മളെ ഇതെല്ലാം യൂസർ ഫീ രേഖപ്പെടുത്തുന്നതെല്ലാം. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ MCFലെ എല്ലാ രേഖകളും കൃത്യമായിട്ട് എഴുതി സൂക്ഷിക്കുന്നുണ്ട്. അത് പിന്നെ ഓഡിറ്റർമാർ ചെക്ക് ചെയ്യുന്നുമുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ MCFല് ചെടി വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്, MCFന്റെ പുറത്തും അകത്തും. അതുപോലെ പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങള്, കപ്പ, മഞ്ഞള്, ഇഞ്ചി, കൂർക്ക, ചേമ്പ് ഇവയെല്ലാം ഞങ്ങൾ MCFല് കൃഷി ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ഈ തരംതിരിവും പിന്നെ ഞങ്ങളുടെ വീട് കയറലും എല്ലാം കഴിഞ്ഞിട്ടുള്ള സമയമാണ് ഞങ്ങൾ ഇതിനെല്ലാം വിനിയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷം കിട്ടിയ കപ്പ ഞങ്ങൾ ലേലം വിളിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾക്ക് ഇതെല്ലാം ഒരു സന്തോഷമായിട്ട് ഒരു എന്താ പറയണ്ടേ, അതിന് വളരെ സന്തോഷപൂർവ്വം ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഒരു പണിയാണിത്. വർഷത്തിലൊരിക്കലാണ് ഞങ്ങൾ വാർഡുകളിൽ നിന്ന് തുണി കളക്ട് ചെയ്യുന്നത്. തുണി കളക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ തുണികൾ ഉണ്ടാകും. അധികം വലിയ വലിയ വീടുകളിൽ നിന്നൊക്കെ നമ്മൾ തുണികൾ എടുക്കുമ്പോൾ അതിൽ നല്ല ഇനിയും പുനരുപയോഗിക്കാൻ പറ്റാവുന്ന ക്ലോത്തുകൾ ഉണ്ടാകാറുണ്ട്. അത് ഞങ്ങൾ വാഷ് ചെയ്ത് ഞങ്ങളുടെ MCFല് സൂക്ഷിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ചെറിയ വരുമാനം അതിന് ലഭിക്കുന്നുണ്ട്. അത് ശേഖരിക്കാനും എടുക്കാനും കാണാനുമായിട്ട് ധാരാളം ആൾക്കാർ വരുന്നുമുണ്ട്. കൂടാതെ ഞങ്ങൾ 2 റോഡുകൾ ഞങ്ങൾ പരിപാലിക്കുന്നുണ്ട്. ഹരിതകർമ്മസേന ഏറ്റെടുത്ത് അവരുടെ സംരക്ഷണത്തിലും ഇതിലും 2 റോഡുകൾ ഞങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ എല്ലാ മാസവും പ്രധാനപ്പെട്ട ടൗണുകള്, മിനി MCFകള്, കുപ്പിക്കൂടുകള്, ബോട്ടിൽ ബൂത്തുകള്, അങ്ങനെ എല്ലാ ഇതും ഞങ്ങൾ ക്ലീൻ ആക്കുകയും ശുചിയായി സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ജാൻസി, നമ്മൾ അന്ന് സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് അന്ന് ജയപ്രകാശ് സാർ ഉണ്ടായിരുന്ന സമയത്താണ് നമ്മൾ സംരംഭങ്ങൾ നമ്മളോട് തുടങ്ങാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ പഞ്ചായത്തിന്റെ ഓൺ ഫണ്ടോ അങ്ങനെ ഒരു ഫണ്ട് സബ്സിഡിയോട് കൂടിയിട്ട് നമ്മൾ ഒരു 2 ഹരിത മാംഗല്യം യൂണിറ്റ് നമ്മൾ തുടങ്ങി. അത് കഴിഞ്ഞ് വീണ്ടും അത് അത്രയും പ്ലാസ്റ്റിക്കിന്റെ അത് ഈ സംരംഭം നമ്മൾ തുടങ്ങിയിട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം എല്ലാ കല്യാണങ്ങൾക്കും എല്ലാം ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഗ്ലാസ് പറമ്പ് നിറയുകയില്ലായിരുന്നു. മുഴുവൻ കത്തിച്ചും എല്ലാരും നിറയുമായിരുന്നു.
പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പൊ എന്ത് വേണ്ടെന്ന് അറിയാവോ, എല്ലാവരും ഇങ്ങനെ ഒരു പഞ്ചായത്ത് നിർബന്ധം പിടിച്ചുകൊണ്ട് എല്ലാവരും ഫ്രണ്ട് ഓഫീസ് രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കാര്യങ്ങളെല്ലാം. അതിപ്പോ കുറച്ചും കൂടെ നന്നായിട്ട് പോകാനുള്ള കാരണം എന്നാന്നറിയാവോ, അത് ഫ്രണ്ട് ഓഫീസിൽ ഒരു 100 പേര് കൂടുതൽ ആൾക്കാർ പങ്കെടുക്കുന്ന പരിപാടികൾ ഫ്രണ്ട് ഓഫീസിൽ രജിസ്റ്റർ ചെയ്യുന്നു. രജിസ്റ്റർ ചെയ്ത ഉടനെ തന്നെ പഞ്ചായത്തിലെ ഒരു സ്റ്റാഫ് നമ്മളുടെ ഹരിതകർമ്മസേനയുടെ കൺസോർഷ്യം പ്രസിഡന്റ് സെക്രട്ടറിയുടെ ഫോണിലേക്ക് വാട്സപ്പിലേക്ക് അതിന്റെ ഡീറ്റെയിൽസ് ഇടുന്നു. അവര് എല്ലാ വാർഡിലും ഇത് അറിയാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും ഹരിതകർമ്മസേന വീടുകളിൽ പോകുന്നുണ്ട്, അതിൽ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തുണിസഞ്ചി സ്കൂളിൽ വിതരണം ചെയ്തില്ലായിരുന്നോ? പിന്നെ നമ്മൾ പേപ്പർ ബാഗ് ഉണ്ടാക്കുന്നതും അതിന്റെ വലിയൊരു പിന്നെ ഇപ്പൊ ഒത്തിരി പ്ലാസ്റ്റിക് കുറയും. നമ്മൾ കടകളിലേക്ക് പേപ്പർ ബാഗ് കൊടുക്കുന്നതിലൂടെ അത് ഒത്തിരി മാറ്റങ്ങള്, ഇതിലേറെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോ നമ്മുടെ പഞ്ചായത്തില്. അത് തന്നെ ഇപ്പൊ നമ്മുടെ സംരംഭങ്ങൾ എത്ര തന്നെ കൂടിക്കൊണ്ടിരുന്നാലും നമുക്ക് പഞ്ചായത്തിലേക്ക് നമുക്ക് അതുപോലെ തന്നെ നമുക്ക് വരുമാനവും കൂടും. ഇനോക്കുലം വിതരണം ചെയ്യുന്നതിലൂടെയൊക്കെ നമുക്ക് അത് വേറെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാല്, നമ്മള് ഈ അജൈവ വേസ്റ്റ് നമ്മള് ഇതാക്കാൻ വേണ്ടിയിട്ട്, അതായത് വളവാക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇനോക്കുലം വിതരണം ചെയ്യുന്നത്. അത് മറ്റൊരു പഞ്ചായത്തും ചെയ്യാത്ത രീതിയിൽ നമ്മള് തന്നെയാണ്, ഹരിതകർമ്മസേന തന്നെയാണ് അത് വീടുകളിൽ എത്തിക്കുന്നത്, അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്, ഇന്ന രീതി ചെയ്യണം എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ ഹരിതകർമ്മസേനാംഗങ്ങൾ തന്നെയാണ്. വീടുകളിൽ ചെല്ലുമ്പോ എല്ലാരും ചോദിക്കുന്നില്ലേ, ബിന്നുകള് ബയോബിന്നും പിന്നെ റിംഗ് കമ്പോസ്റ്റിനും എല്ലാ സംഭവം എല്ലാരും ചോദിക്കുന്നില്ലേ? കൃത്യമായിട്ട് നമുക്ക് അതിന്റെ ക്ലാസ് തന്നിരിക്കുന്ന കാരണം നമുക്കത് കൃത്യമായിട്ട് അവരോട് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്.